കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 5.0. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BLIE 226 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് BLIE 226 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ പോർഷൻസുകൾ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകൾ എങ്ങനെയാണ്, വെയിറ്റേജ് എങ്ങനെയാണ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് we will be discussing in this video. So let's get started. BLIE 226 Management of Library and Information Center. The IGNO TE PYQUA In-Depth Analysis and Predictive Guide for BLIE 226 Management of Library and Information Center helps you revise with precision for the December 2025 term and examination. By aligning many years of question papers to the official blocks and units, it highlights high-yield topics, clarifies mark distribution, and shows where examiners constantly drop. The aim is simple, എന്താണ്? Focus your effort on the concepts most likely to earn marks while avoiding low value details. അപ്പം അതായത് നമ്മളുടെ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിനകത്ത് ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്സ് കിട്ടുക എന്നുള്ളത് നിങ്ങളൊരു എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്ത് എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ എയിം എന്ന് പറയാം. സോ നമ്മളുടെ വീഡിയോയുടെ ഒരു സ്ട്രക്ചർ പോകുന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് യു ഹാവ് ദി സിലബസ് മാപ്പിംഗ്. അതായത് നമ്മളുടെ ഈ പേപ്പേഴ്സ് നമുക്കറിയാം ബ്ലോക്സുകളായിട്ടും ആ ബ്ലോക്സുകൾ പിന്നീട് യൂണിറ്റ്സുകൾ ഡിവൈഡ് ചെയ്യുക. സോ വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ ഇതിന് ചെയ്യുന്നത് ഒരു ബ്ലോക്ക് വൈസ് മാപ്പിംഗ് ആണ്. അതായത് ഡിഫറെന്റ് ബ്ലോക്സുകൾ നമ്മൾ തിരിച്ച് ആൻഡ് ഓൾസോ വിത്ത് യൂണിറ്റ് ലെവൽ സൈൻ പോസ് ആൻഡ് നോട്ട്സ് ഓൺ പാസ്റ്റ് എക്സാം റെലവൻസ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് നടന്നിട്ടുള്ള എക്സാംസുകൾ അനലൈസ് ചെയ്തിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് വയ ഓരോന്നിന്റെ ഫോർമാറ്റ്സ്. ഇപ്പം ലോങ് നോട്ട്സ് ക്വസ്റ്റ്യൻസുകളാകാം, ഷോർട്ട് ആൻസേഴ്സ് ആയിരിക്കാം, വിത്ത് മാർക്ക് ട്രെൻഡ്സുകളും ഡിഫിക്കൽട്ടി ക്വീസ് ആൻഡ് ദ ബാലൻസ് ബിറ്റ്വീൻ അപ്ലൈഡ് ആൻഡ് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നതാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. അതായത് ഓഫ് കോഴ്സ് നമുക്കറിയാം ക്വസ്റ്റ്യൻസുകൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ആ ക്വസ്റ്റ്യൻസുകൾ വി ഹാവ് എ കൺസോൾ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ്സ് ആൻഡ് നിയർ റിപ്പീറ്റ്സ്. അപ്പൊ അത് നമ്മൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിഫൈൻഡ് എസ് എ സ്ട്രക്ചർഡ് ഓർഗനൈസേഷൻ വൈഡ് അപ്രോച്ച് ടു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ, മീനിങ് സിസ്റ്റമാറ്റിക് ചെക്കിംഗ് ഓഫ് ഹോൾഡിംഗ്സ് അഗൈൻസ്റ്റ് റെക്കോർഡ്സ്. പിന്നെ വരുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അതായത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളും ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുകളും ടോപ്പിക്സുകളുമാണ് അവിടെ പറയുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതായത് നമ്മളുടെ ഇഗ്നോയുടെ അതേ ലേഔട്ടിലും അതേ പാറ്റേൺ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും സ്കീംസും മാർക്സും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് മെത്തഡോളജി കോൾ ഔട്ട്. സോ വി അനലൈസ്ഡ് എ മൾട്ടി-ഇയർ ആർക്കൈവ് ഓഫ് പേപ്പേഴ്സ്, വെയ്റ്റിംഗ് ടോപ്പിക് ഫ്രീക്വൻസി by recency and cross-section consistency to surface reliable signals. And predictions and mappings were then reconciled with BLIE 226 syllabus to ensure unit level coverage and conceptual integrity. So നമ്മൾ ഈ ഒരു ഗൈഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിന് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ കമ്പോസ്ഡ് ആക്കിയിട്ട് നല്ല മാക്സിമം മാർക്സ് റീപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് വി ഹാവ് പ്രിപ്പയർഡ് ദിസ് പർട്ടിക്കുലർ വീഡിയോ. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്ലോക്സുകൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ വരുന്ന സാധ്യത ടോപ്പിക്കുകളായിരുന്നു നമ്മുടെ ബ്ലോക്ക് 2, അതിനുശേഷം ബ്ലോക്ക് 1 ആണ്, പിന്നെ നമ്മുടെ ബ്ലോക്ക് 3യും ലാസ്റ്റ് ബ്ലോക്ക് 4ഉം നമുക്കുള്ളത്. ഓക്കെ, സോ ഇനി നമ്മളിവിടെ ബ്ലോക്ക് വൈസ് തിരിച്ചിട്ട്
ആ യൂണിറ്റ് വൈസ് നിന്നും മുൻകാലത്ത് ഏതൊക്കെ ടോപ്പിക്സുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നും എത്ര തവണയാണ് ആ പെർട്ടിക്കുലർ ടോപ്പിക് ഇന്ന് ക്വസ്റ്റ്യൻ വന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് 1 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നത് ടോപ്പിക്കാണ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതായത് 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് മാനേജർ ലെവൽസ് നിന്നും 5 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നുള്ളത്. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് ഈ പറയുന്ന ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഈ ടോപ്പിക്സ്. അതായത് നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള ഇംപ്ലിമെന്റിംഗ് TQM ഇൻ ലൈബ്രറീസ് ബെഞ്ച് മാർക്കിംഗ് ഓർ ISO നിന്നും 13 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. സോ വിച്ച് മീൻസ് ഹൈലി ഇമ്പോർട്ടന്റ് ആൻഡ് റെലവന്റ് ഒരു ഏരിയ ആണ്. നമുക്ക് അടുത്ത് വരുന്ന ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 അഗൈൻ സെയിം വരുന്നത് അതുള്ള ക്വാളിറ്റി സർക്കിൾസ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് നിന്നും 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 3 എടുക്കുകയാണെങ്കിൽ ചേഞ്ച് മാനേജ്മെന്റിൽ ചേഞ്ച് പ്രോസസ് ആൻഡ് സ്ട്രാറ്റജീസ് റെസിസ്റ്റൻസ് ഹാൻഡിലും 7 ടൈംസും ചേഞ്ച് മാനേജ്മെന്റ് ലൈബ്രറീസ് ആപ്ലിക്കേഷൻസ് 5 ടൈംസുമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ് ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് ലൈബ്രറീസിനകത്തുള്ള ടോപ്പിക് ആണ് POSDCORD ഇൻ ലൈബ്രറി കോണ്ടെക്സ്റ്റ്. 5 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് നമുക്കുള്ളത്. നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ് അഗൈൻ വരുന്ന ഒരു ടോപ്പിക് ആണ് റൂൾ ഓഫ് ലൈബ്രറി മാനേജർ ആൻഡ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് നിന്നും 4 തവണയാണ് യു ഹാവ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ് ഒരു ലോ റെലവൻസ് ലെവൽ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ബ്ലോക്ക് 2 ലൈബ്രറി ഫംഗ്ഷൻ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ബ്ലോക്കില് യൂണിറ്റ് 5 ബേസിക് ഹൗസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് പാർട്ട് 1 അക്യൂസിഷനകത്ത് നിന്നും സെലക്ഷൻ ടൂൾസ് ആൻഡ് അക്വിസിഷൻ പോളിസി 5 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഓർഡറിംഗ് ആൻഡ് അക്സഷൻ റൂട്ടീൻസ് എന്നും 6 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ് ബേസിക് ഹൗസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് പാർട്ട് 2 പ്രോസസിംഗ് ഓർ സർക്കുലേഷൻ ഓർ സീരിയൽസ് നിന്നും കാറ്റലോഗിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെറ്റാ ഡേറ്റ നിന്നും 10 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ഒരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 6 ബേസിക് ഹൗസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് പാർട്ട് 2 പ്രോസസിംഗ് സർക്കുലേഷൻ ഓർ സീരിയൽസിലെ ക്ലാസിഫിക്കേഷൻ DDC ആൻഡ് കോൾ നമ്പേഴ്സ് നിന്നും 8 തവണയും സർക്കുലേഷൻ സിസ്റ്റംസ് ആൻഡ് ചാർജിംഗ് മെത്തേഡ്സിനകത്ത് 6 ടൈംസും ആൻഡ് ഓൾസോ സീരിയൽസ് കൺട്രോൾ വർക്ക് ഫ്ലോയും 6 ടൈംസും ആണ് ക്വസ്റ്റ്യൻ. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ നമുക്കുള്ളത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 7 ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങില് ലൈബ്രറി ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് സ്പേസ് സ്റ്റാൻഡേർഡ്സ് 4 തവണയും സേഫ്റ്റി ആൻഡ് ICT ഇമ്പാക്ട് ഓൺ ബിൽഡിംഗ് ഡിസൈൻ 3 തവണയുമാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 8 എടുക്കുകയാണ് മെയിൻ്റെനൻസ് ആൻഡ് പ്രിസർവേഷൻ നിന്നും വീഡിംഗ് പോളിസി ക്രൈറ്റീരിയ 5 ടൈംസ് വിച്ച് മീൻസ് മീഡിയം റെലവൻസും അതേസമയം സ്റ്റോക്ക് വെരിഫിക്കേഷൻ മെത്തേഡ്സ് ആൻഡ് സൈക്കിൾസ് 12 തവണ വിച്ച് മീൻസ് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ആൻഡ് ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 9 ഡിസാസ്റ്റർ മാനേജ്മെന്റില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആൻഡ് പ്രിപ്പയർഡ്നെസ് നമുക്ക് 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ് ഒരു ലോ റെലവെന്റ് ഡേറ്റ അല്ലെങ്കിൽ സോറി ലോ റെലവൻസ് ആയിട്ടുള്ള വരുന്ന ടോപ്പിക് ആണ് അത് വെൻ കമ്പയർഡ്. ഇനി അതേ ബ്ലോക്കിലെയും യൂണിറ്റിലെയും നമുക്ക് വരുന്ന സെക്യൂരിറ്റി ആൻഡ് ഇൻഷുറൻസ് അറേഞ്ച്മെന്റ്സ് എന്നും 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 10 ആണ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷനിൽ നിന്നും നമുക്ക് ഫണ്ടിങ് സോഴ്സസ് ഫോർ അക്കാഡമിക് ഓർ പബ്ലിക് ഓർ സ്പെഷ്യൽ ലൈബ്രറീസ് 4 തവണയും ലൈബ്രറി എക്സ്പെൻഡിച്ചർ പ്ലാനിൽ നിന്നും 5 തവണയുമാണ് വി ഹാവ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 11 ബഡ്ജറ്റിംഗ് ടെക്നീക്സിലെ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ലൈൻ ഐറ്റം PPBA ZBB നിന്നും 11 ടൈംസ് യു ഹാവ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ് ഹൈ റെലവെന്റ് ഏരിയ ആണ്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 11 തന്നെയുള്ള ബഡ്ജറ്റ് നോംസ് ആൻഡ് ഫിനാൻഷ്യൽ എസ്റ്റിമേഷൻ മെത്തേഡ്സ് നിന്നും 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത് വിച്ച് മീൻസ് മീഡിയം ലെവൽ റെലവൻസ് ആണുള്ളത്. ഇനി യൂണിറ്റ് 12 എടുക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആൻഡ് കൺട്രോൾ നിന്നും ബഡ്ജറ്റ് ഡോക്യുമെന്റ് ആൻഡ് അപ്രൂവൽ ആൻഡ് നോട്ടിഫിക്കേഷൻ നിന്നും 5 തവണയും ഫിനാൻഷ്യൽ കൺട്രോൾ ഫണ്ട് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് 7 ടൈംസുമാണ് വി ഹാവ് ദ ക്വസ്റ്റ്യൻസ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 4 ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള യൂണിറ്റ് 13 ബേസിക്സ് ഓഫ് HRM HRM പ്രോസസ് ആൻഡ് പെർഫോമൻസ് മെഷർമെന്റും സ്റ്റാഫിംഗ് ട്രെയിനിങ് ആൻഡ് സർവീസ് ഓറിയന്റേഷനും 5 തവണയാണ് ക്വസ്റ്റ്യൻസ്
ആയിട്ടുള്ളത്, വിച്ച് മീൻസ് മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ നമുക്കുള്ളത്. നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 14 ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങില് മാൻ പവർ എസ്റ്റിമേഷൻ, റിക്രൂട്ട്മെന്റ് ആൻഡ് ഡിപ്ലോയ്മെന്റും 5 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് 4 ടൈംസും. അതേസമയം ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 15 ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ നിന്നും ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ 8 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ക്വാളിറ്റി അപ്രോച്ച് 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തുള്ള നമ്മൾ ഹൈ എന്ന് പറയുമ്പോൾ 10 കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൈ കാറ്റഗറീസും, മീഡിയം ഇസ് 5 to 9, ലോ ഇസ് ലെസ് ദാൻ 5 അപ്പിയറൻസുമാണ്. ഇനി നമുക്ക് തന്നെ ഹൈയിലുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ട്രസ്റ്റ് കൊടുക്കുന്ന ടോപ്പിക്സുകളിലേക്ക് വരുന്നതാണ്. സോ കോൺസെപ്ഷണൽ ക്വാളിറ്റി ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. TQM ആൻഡ് ബെഞ്ച് മാർക്കിംഗ്, കാറ്റലോഗിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെറ്റാ ഡേറ്റ, സീരിയൽസ് കൺട്രോൾ ആൻഡ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ആൻഡ് ഈ പറയുന്ന ഏരിയാസ് എല്ലാം പലപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ഡെഫിനിഷൻസുകളാണെങ്കിലും സ്റ്റാൻഡേർഡ് കോംപ്ലയൻസ് ആണെങ്കിലും ഓഡിറ്റ് വെരിഫിക്കേഷൻ പ്രോസസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക് ആണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഓപ്പറേഷൻസ് ഫിനാൻസ് ബേസ്ഡ്, ബഡ്ജറ്റിംഗ് മെത്തേഡ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കോൾ നമ്പേഴ്സ്, മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ആൻഡ് യൂസർ സ്റ്റഡീസ് എന്ന് പറയുന്ന എല്ലാം നമ്മളുടെ ഒരു മാനേജ്മെന്റ് സ്റ്റഡീസും സ്കിൽസും കോസ്റ്റ് ജസ്റ്റിഫിക്കേഷനും ഒക്കെ ആയിട്ട് മെയിൻലി വരുന്ന ഒരു ഏരിയ ആണ്. ഇനി നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 10 to 15 മാർക്കും, വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 350 to 500 വേർഡ്സ് ആയിരിക്കും. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ ഒരു 5 to 8 മാർക്സും, വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 120 to 200 വേർഡ്സും ആയിരിക്കും. അതേസമയം ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാർട്ടായിട്ടുള്ള മൾട്ടി പാർട്ടായിട്ട് ചോദിക്കാം. നമുക്ക് 4 to 6 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 80 to 120 ആയിരിക്കും വേർഡ് ലിമിറ്റ് എന്ന് പറയാം. കേസ് സ്റ്റഡി അല്ലെങ്കിൽ അപ്ലൈഡ് സിനാരിയോ എന്ന് പറയുമ്പോൾ 8 to 12 മാർക്സ് ആണ്. സോ ഇവിടെ സ്ട്രക്ചർഡ് റെസ്പോൺസ് വിത്ത് ബ്രീഫ് അനാലിസിസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ്. സോ 200 to 300 ആണ് വേർഡ് ലിമിറ്റ് എന്ന് പറയാം. ഈ ന്യൂമറിക്കൽ ഓർ വർക്ക് എന്ന് പറയുമ്പോൾ ബജറ്റിംഗ്, കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 5 to 8 മാർക്സും, ക്ലിയർ സ്റ്റെപ്സും, ഫോർമുലി ആൻഡ് ബ്രീഫ് ഇന്റർപ്രിട്ടേഷനും. പിന്നെ MCQ നമുക്ക് 1 മാർക്ക് ഈച്ച് ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സിനകത്ത് വരുമ്പോഴത്തേക്ക് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം 10 to 15 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ 350 to 500 വേർഡ്സ് ആണ് വേർഡ് ലിമിറ്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ്സിലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. ആൻഡ് സിന്തസിസ് അക്രോസ് യൂണിറ്റ്സ്, റിവോർഡ് ദി സ്ട്രക്ചർ, പിന്നെ ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ആർഗ്യുമെന്റ്സ് കൊടുക്കുക, എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുക, ഡയഗ്രാംസ് ഉള്ള അങ്ങനെ കൊടുക്കുക. സോ നമ്മൾ വളരെ ഡീപ്പ് ആയിട്ട് കാര്യങ്ങൾ സൈറ്റ് ചെയ്ത് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതേസമയം നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണെങ്കിൽ 5 to 8 മാർക്സ് ആയിരിക്കും. 120 to 200 വേർഡ്സ് ആണ് വേർഡ് ലിമിറ്റ് വരിക. സോ ഇവിടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഇതിനെല്ലാം കീ പോയിന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യാം. പറ്റുമെങ്കിൽ ഇഫ് പോസിബിൾ ബുള്ളറ്റ് പോയിന്റ്സുകൾ യൂസ് ചെയ്യുക, ഡെഫിനേഷൻസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമ്മൾ ഷോർട്ട് നോട്ട്സിലേക്ക് വരികയാണെങ്കിൽ 4 to 6 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. 80 to 120 വേർഡ്സ് ആണ് നമ്മുടെ വേർഡ് കൗണ്ട് എന്ന് വരിക. പിന്നെ നമ്മുടെ കേസ് സ്റ്റഡി ഓർ അപ്ലൈഡ് സിനാരിയോയിൽ വരുമ്പോൾ 8 to 12 മാർക്സ് ആണ് ഉണ്ടാവുക. 200 to 300 ആണ് വേർഡ് ലിമിറ്റ് എന്ന് പറയുക. സോ ഇവിടെ നമുക്ക് പ്രോബ്സ് ഡയഗ്നോസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, identify issues, map to policies, standards, and propose practical steps, and justify with brief cost or quality implications. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. അപ്പൊ നമുക്ക് ഇതിനൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1ൽ നിന്നും നമുക്ക് ഏകദേശം വരിക 18.8 ആണ് ടോട്ടൽ ഷെയർ വരിക. അതേസമയം ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 30-31 റേഞ്ച് വരുമ്പോഴത്തേക്ക് 30.4 ആണ് ടോട്ടൽ ഷെയർ. അതേസമയം നമ്മൾ ബ്ലോക്ക് 3 വരികയാണെങ്കിൽ 25-26 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഷെയർ 25.8 ആണ്. ബ്ലോക്ക് 4 വരുമ്പോൾ ക്വാളിറ്റി ചേഞ്ച് ICT എന്ന് പറയുമ്പോൾ 25 ആണ് ത്രൂ ഔട്ട്. നമ്മുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കേസ് സ്റ്റഡീസ് എല്ലാം കുറച്ചും കൊണ്ട് 2022 to 25 എടുക്കുമ്പോൾ എല്ലാം ഇൻക്രീസ് ആയി വന്നിട്ടുണ്ട്. പിന്നെ കോംപ്രഹെൻഷൻ ലോങ് ആൻസേഴ്സ് ഡീസസ് ഫ്രം 30 to 24% ആണ്. സോ സ്റ്റേബിൾ ഫിനാൻസ് ആൻഡ് ക്വാളിറ്റി വെയിറ്റിംഗിനകത്ത് വരുമ്പോഴത്തേക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ദ ക്വാളിറ്റി ഓർ ICT ബ്ലോക്സ് ടുഗദർ ഹോൾഡ് 51 to 56% ആയിട്ടാണ് അതിന് കാണുന്നത്. സോ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കുമ്പോഴേ നമുക്ക് അറിയാം ടോട്ടൽ നമുക്ക് 3 hours ആണ് ഉള്ളത്. 100 മാർക്സ് ആണ് ഓരോ പേപ്പറിനും ഉള്ളത്. അപ്പൊ നമുക്ക് അതിനകത്ത് ലോങ് എസ്സേസ് നമുക്ക് ഏകദേശം 24 to 30% ആയതുകൊണ്ട് തന്നെ ഒരു 55 to 65 മിനിറ്റ് നമുക്ക് ഡിവോട്ട് ചെയ്യാം. സോ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അത്
അതേസമയം നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ 22 to 26% ആണ്. അവിടെ 45 to നമുക്കൊരു 55 minutes നമുക്ക് ഡിവോട്ട് ചെയ്യാം. ഷോർട്ട് നോട്ട്സുകളാണെങ്കിൽ 15 to 20%. ദാറ്റ് ഈസ് നമുക്ക് 30 to 35 minutes കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ 18 to 22% ആണ്. 35 to 40 minutes കൊടുക്കുക. പിന്നെ ലാസ്റ്റ് വരുന്ന 10 minutes നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും അതിന് ക്രോസ് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുക. ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുണ്ട്. അതിൽ 7 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM ഇൻ ലൈബ്രറീസ്. അതേസമയം 6 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് budgeting methods. There is line item PPBS0 base for libraries with merits and limitations. We can describe procedures for serials control and stock verification in academic library. പിന്നെ 5 തവണ ചോദിച്ചുള്ള നമുക്കൊരു 3 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് compare AACR2 and RDA rules in cataloging, highlight implications for metadata creation. Then explain classification using DDZ, outline call number construction with examples. What is change management? Propose a strategy for implementing organizational change in library. And 4 times the choice questions are discuss marketing of library sciences services. Design a simple user study to assess needs. Define MIS and explain its role in library decision making and service evaluation. ഇനി 4 തവണ ചോദിച്ച മറ്റു 2 ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ പെർഫോമൻസ് അപ്രൈസ്ഡ് ഇൻ ലൈബ്രറീസ്, ഡിസ്കസ് മെത്തേഡ്സ് ആൻഡ് കോമൺ പിറ്റ്ഫോൾസും, ഔട്ട്ലൈൻ ബിൽഡിംഗ് പ്ലാനിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പേസ് സ്റ്റാൻഡേർഡ്സ് ഫോർ എ ന്യൂ ലൈബ്രറി. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ് ചെയ്ത് എത്ര തവണയാണ് ചോദിച്ചത് നമുക്ക് നോക്കാം. നമ്മൾ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് TQM ഇൻ ലൈബ്രറീസ് നമുക്ക് വരുന്നത് ബ്ലോക്ക് 4 7 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം ഡിസ്കസ് ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ഫോർ ലൈബ്രറീസ് വിത്ത് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ബ്ലോക്ക് 3 ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗിനകത്താണ് ഉള്ളത്. 6 times ആണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രൈബ് പ്രൊസീജിയേഴ്സ് ഫോർ സീരിയൽസ് ആൻഡ് കൺട്രോൾ ആൻഡ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലോക്ക് 2 ആണ്. സർക്കുലേഷൻ ആൻഡ് സീരിയൽസിനകത്ത് 6 തവണയാണ് വന്നിട്ടുള്ളത്. കമ്പയർ AACR2 and RDA rules in cataloging, highlight implications for metadata creation ബ്ലോക്ക് 2 ടെക്നിക്കൽ പ്രോസസ്സിംഗിനകത്തുള്ള 5 തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ യൂസിങ് DDZ, ഔട്ട്ലൈൻ കോൾ നമ്പർ കൺസ്ട്രക്ഷൻ വിത്ത് എക്സാമ്പിൾസ് ബ്ലോക്ക് 2 ടെക്നിക്കൽ പ്രോസസ്സിംഗ് ആണ്. 5 തവണയാണ് അത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വാട്ട് ഈസ് ചേഞ്ച് മാനേജ്മെന്റ്, പ്രപ്പോസ് എ സ്ട്രാറ്റജി ഫോർ ഇംപ്ലിമെന്റിംഗ് ഓർഗനൈസേഷണൽ ചേഞ്ച് ഇൻ ലൈബ്രറി എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 4 സോ 5 തവണയാണ് അത് റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത്. പിന്നെ ഡിസ്കസ് മാർക്കറ്റിംഗ് ഓഫ് ലൈബ്രറി സർവീസസ്, ഡിസൈൻ എ സിമ്പിൾ യൂസർ സ്റ്റഡി ടു അസസ് നീഡ്സ്. സോ ബ്ലോക്ക് 4 തന്നെയാണ് ഉള്ളത്. സോ ഓൾമോസ്റ്റ് 4 times ആണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഡിഫൈൻ MIS and explain its role in library decision making and service evaluation. അത് ബ്ലോക്ക് 4 ആണ്. 4 തവണയാണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ടുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ പെർഫോമൻസ് അപ്രൈസൽ ഇൻ ലൈബ്രറീസ്, ഡിസ്കസ് മെത്തേഡ്സ് ആൻഡ് കോമൺ പിറ്റ്ഫോൾസ് ബ്ലോക്ക് 3 ആണ്. 4 തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് outline building planning principles and space standards for a new library. അത് ബ്ലോക്ക് 3 ആണ്. 4 തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു പൈ ചാർട്ട് ആണ്. ഏകദേശം നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 41.7%, ബാക്കി വരുന്നത് 58.3%. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഈച്ച് റെക്കറിംഗ് ഐറ്റം യു ഹാവ് ടു ഔട്ട്ലൈൻ 5 minutes, റൈറ്റ് ഇൻ 12 ആൻഡ് 3 minutes നമ്മൾ എക്സാമ്പിൾസും ഡയഗ്രത്തിനും വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സോ ദാറ്റ് ഇസ് മാർക്ക് ടു ടൈം മാപ്പിംഗ് ആണ്. പിന്നെ എവിഡൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പം വയർ റെലവെന്റ് ഡേറ്റാസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് യൂസിങ് ടൈം ലിമിറ്റ് ടു മേക്ക് ഷുവർ യു റൈറ്റ് ഇറ്റ് വെരി പ്രോപ്പർലി. ഇനി നമുക്ക് വരുന്ന ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ബ്ലോക്സിലെയും യൂണിറ്റിലെയും ടോപ്പിക് വൈസ് നോക്കാം. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളും അല്ലെങ്കിൽ ടോപ്പിക്സുകളും അത് എത്ര ശതമാനം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് 1 സ്റ്റാർട്ട് ചെയ്യാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റിലെ യൂണിറ്റ് 1 പ്രിൻസിപ്പിൾസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ മാനേജ്മെന്റ് ഫംഗ്ഷൻ പ്രിൻസിപ്പിൾസ് 42.9% പ്രോബബിലിറ്റിയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതേസമയം നമ്മുടെ യൂണിറ്റ് 2 ആയിട്ടുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM benchmarking and ISO എന്ന് പറയുന്നത് 71.4%, which means high
ആയിട്ടുള്ള ഒരു പെർസെന്റേജ് ആണ് ഉള്ളത്. അത് നമ്മൾ യൂണിറ്റ് 3 ആണ് ചേഞ്ച് മാനേജ്മെന്റ്. അതുപോലെ ചേഞ്ച് മാനേജ്മെന്റ് സ്ട്രാറ്റജി ആൻഡ് റെസിസ്റ്റൻസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് 57.1% ആണ്. അടുത്ത ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 ആണ് ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് ലൈബ്രറീസിനകത്തുള്ള POSDCORB ലൈബ്രറി കോൺടാക്ട്സ് എന്ന് പറയുന്നത് 42.9%. അതേ സെയിം പെർസെന്റേജ് വരുന്ന ഒന്നാണ് ബ്ലോക്ക് 2 ആയിട്ടുള്ള ലൈബ്രറി ഫംഗ്ഷൻ ഓപ്പറേഷനിലെ യൂണിറ്റ് 5 ഹൗസ് കീപ്പിംഗ് പാർട്ട് 1 സെലക്ഷൻ ടൂൾസ് ആൻഡ് അക്വിസിഷൻ പോളിസി. നമ്മളെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ് ബേസിക് ഹൗസ് കീപ്പിംഗ് പാർട്ട് 2 പ്രോസസിംഗ് സർക്കുലേഷൻ സീരിയൽസിനകത്ത് കാറ്റലോഗിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെറ്റാ ഡേറ്റ 57.1% ആണ്, വിച്ച് മീൻസ് മീഡിയം ലെവലാണ് പ്രോബിലിറ്റി ലെവൽ എന്ന് പറയാം. നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 7 ആണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങിനകത്ത് ലൈബ്രറി ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് സ്പേസ് സ്റ്റാൻഡേർഡ്സ് 28.6%. അതേസമയം യൂണിറ്റ് 8 മെയിൻ്റനൻസ് ആൻഡ് പ്രിസർവേഷനകത്തുള്ള സ്റ്റോക്ക് വെരിഫിക്കേഷൻ മെത്തേഡ്സ് ആൻഡ് സൈക്കിൾ 71.4%, വിച്ച് മീൻസ് ഹൈ പ്രോബിലിറ്റി നമുക്ക് മെയിൻ വരുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആണ്. യൂണിറ്റ് നമ്പർ 9 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആൻഡ് പ്രിപ്പയർനെസ് 28.6%. അതേസമയം ബ്ലോക്ക് 3 നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ യൂണിറ്റ് 10 ആണ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആൻഡ് റീസോഴ്സ് മൊബിലൈസേഷൻ ലൈബ്രറി എക്സ്പെൻഡിച്ചർ പ്ലാൻ 42.9% ആണ് ചോദിക്കാനുള്ള പ്രോബിലിറ്റി പെർസെന്റേജ് എന്ന് പറയുക. ഇനി ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് നമ്പർ 11 ആണ് ബജറ്റിംഗ് ടെക്നിക്സ്. അതിലെ ബജറ്റിംഗ് മെത്തേഡ്സ് നമുക്ക് ലൈൻ ആയിട്ട് PPBS ZBP എന്ന് പറയുന്നത് 71.4%. യൂണിറ്റ് നമ്പർ 12 ബജറ്റ് പ്രിപ്പറേഷൻ കൺട്രോൾ നമുക്ക് വരുന്നത് 57.1%. യൂണിറ്റ് നമ്പർ 13 നമുക്ക് ബ്ലോക്ക് 4 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ബേസിക്സ് ഓഫ് HRM വരുന്ന ടോപ്പിക് ആണ്. HRM പ്രോസസ്സസ് ആൻഡ് പെർഫോമൻസ് മെഷർമെന്റ് 42.9% ആണ് നമുക്ക് അവിടെ ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 14 ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് മാൻ പവർ എസ്റ്റിമേഷൻ റിക്രൂട്ട്മെന്റ് ആൻഡ് ഡിപ്ലോയ്മെന്റ് 42.9%. ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 15 ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് 57.1% ചോദിക്കാൻ സാധ്യതയുള്ളത്. യെസ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 3 ഔട്ട് ഓഫ് 7 പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമുക്കുള്ള കോർ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നമുക്ക് മോസ്റ്റ് ഓഫൻ ചോദിച്ചിട്ടുണ്ട്. അതേസമയം TQM ആൻഡ് ബെഞ്ച് മാർക്കിംഗ് നമുക്ക് ഏകദേശം 5 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസും സർവീസ് ഷിഫ്റ്റിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 4 തവണ നമുക്ക് 7 പേപ്പർ നോക്കിയപ്പോഴും 4 തവണയും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്പ്ലിസിറ്റ് POSDCORB ആപ്ലിക്കേഷൻ മാപ്പിംഗ് ഏകദേശം 3 ടൈംസ് ആണ് ഔട്ട് ഓഫ് 7. അതേ സെയിം തന്നെയാണ് വരുന്ന സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് പോളിസി ഡിസൈനും. അതേസമയം 4/7 വരുന്നതാണ് നമ്മുടെ AACR-ഉം RDA-യും. അതേസമയം സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് 5 ടൈംസ് വന്നിട്ടുണ്ട്. പിന്നെ 3 ടൈംസ് വന്നതാണ് നമ്മുടെ പേപ്പേഴ്സ് ഇൻവോൾവ് ഇൻ ബേസിക് എക്സ്പെൻഡിച്ചർ പ്ലാനിങ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ കോണ്ടെക്സ്റ്റും. 5 ഔട്ട് ഓഫ് 7 വരുന്നതാണ് കമ്പയറിംഗ് ദ ബജറ്റിംഗ് മെത്തേഡ്സ്. പിന്നെ നമുക്ക് 7 പേപ്പർ നോക്കുമ്പോൾ 4 തവണ വന്നതായിരുന്നു കൺട്രോൾ അല്ലെങ്കിൽ ഓഡിറ്റ് റെഡിനെസ്സും. പിന്നെ 3 നമുക്ക് വന്നിട്ടുള്ളതായിരുന്നു HRM പ്രോസസ്സസ് ആൻഡ് മെഷർമെന്റും. പിന്നെ വന്നതാണ് മാൻ പവർ പ്ലാനിങ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ലോജിക്കും. പിന്നെ 7 തവണ നടന്നതിൽ 4 തവണ ചോദിച്ചിട്ടുള്ളതാണ് ലീഡർഷിപ്പ് ഓർ മോട്ടിവേഷൻ ആപ്ലിക്കേഷൻ ടീംസ്. നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റ് ആണ്, അതായത് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കിന് ഇത്രയും ട്രസ്റ്റ് കൊടുക്കണമെന്നുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് തരുന്ന മെയിൻ ടോപ്പിക് ആണ് TQM ബെഞ്ച് മാർക്ക് യൂണിറ്റ് നമ്പർ 2. പിന്നെ യൂണിറ്റ് 8 സ്റ്റോക്ക് വെരിഫിക്കേഷനും യൂണിറ്റ് 11 ബഡ്ജറ്റ് മെത്തേഡ്സും. വിച്ച് മീൻസ് നമ്മൾ വളരെ ടൈം കീപ്പ് ചെയ്ത ടെംപ്ലേറ്റ്സും മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് മീഡിയം ലെവലിൽ വരുമ്പോൾ 40 to 16% ആണ്. അവിടെ നമ്മൾ നോക്കേണ്ട ടോപ്പിക്സുകളാണ് യൂണിറ്റ് 3 ചേഞ്ച് സ്ട്രാറ്റജിയും, യൂണിറ്റ് 6 കാറ്റലോഗിങ് RDA-യും, പിന്നെ യൂണിറ്റ് നമ്പർ 12 ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റും, യൂണിറ്റ് നമ്പർ 1 മാനേജ്മെന്റ് ഫംഗ്ഷൻസും, യൂണിറ്റ് 4 POSDCORB RB-യും, അക്വിസിഷൻ പോളിസിയിൽ യൂണിറ്റ് നമ്പർ 5 ആണ്. പിന്നെ യൂണിറ്റ് നമ്പർ 10 എക്സ്പെൻഡിച്ചർ പ്ലാനിങ്ങും, പിന്നെ യൂണിറ്റ് 13 to 14 HRM ആൻഡ് മാൻ പവർ പ്ലാനിങ്ങും, പിന്നെ നമുക്ക് യൂണിറ്റ് നമ്പർ 15 ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. ഇനി നമുക്ക് ലോ ആയിട്ട് വരുന്ന ഏരിയ ആണ് നമുക്ക് ബിൽഡിംഗ് പ്ലാൻ ഫ്രം യൂണിറ്റ് നമ്പർ 7ഉം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഫ്രം യൂണിറ്റ് നമ്പർ 9. അപ്പൊ നമ്മളിവിടെ വളരെ സ്കിം ചെയ്ത ഡെഫിനിഷൻസും കാര്യങ്ങളും പഠിക്കുക. 2 to 3 പോയിന്റ്സ് നമ്മൾ കാണപ്പാടെ ബുള്ളറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. സോ നമുക്ക് ലാസ്റ്റ് വരുന്നത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു പേപ്പറിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് വരുന്ന പേപ്പർ ആണ് BLIE 226 മാനേജ്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റർ. സോ നമുക്ക് 3 hours ആണ്, മാക്സിമം മാർക്സ് 70 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്ന 2 പാർട്ടായിട്ടാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഹാവ് ടു അറ്റംപ്റ്റ് ബോത്ത് പാർട്സ് ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ. അപ്പം കെയർഫുൾ ആയിരിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വരുന്നതിനകത്ത് നമുക്ക് പാർട്ട് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകൾ ആൻസർ എനി ഓഫ് ദ ഫോളോയിങ്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്ന വേർഡ് ലിമിറ്റ് എന്ന് പറയും 500 ആണ്. സോ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ഒരു 4 × 10 ആകുമ്പോൾ 40 മാർക്ക് എടുത്ത് നമുക്ക് ടോട്ടൽ ഒരു 6 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും 4 എണ്ണം എടുത്ത് നമ്മൾ ആൻസർ ചെയ്യുക.
പിന്നെ പാർട്ട് 2 വരുമ്പോഴത്തേക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസുകളിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 8 എണ്ണം ഉണ്ടാകും. അതിൽ ഏറ്റവും നമുക്ക് ഷുവർ ആയിട്ടുള്ള 6 എണ്ണം എടുത്ത് എഴുതുക. സോ അതിനെല്ലാം നമ്മുടെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 250 വേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റിനും ഉള്ളത് 5 മാർക്കാണ്. സോ 6 × 5 എന്ന് പറയുമ്പോൾ ടോട്ടൽ 30 മാർക്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ അത്രയുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും എല്ലാം നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉള്ളത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ കമ്മിങ് അപ്പ് എക്സാം. ഡു വെൽ ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.